ഹലോ, അറിയോ നീറ്റ് ആസ്പിരന്റ് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 ബുക്കുകൾ ഉണ്ടായിരിക്കണം. 3 ബുക്കുകൾ ഏതാണെന്നല്ലേ? ഒന്ന് ഷോർട്ട് നോട്ട്സ്, രണ്ടാമത്തത് ഇക്വേഷൻസ് ബുക്ക്, 3 എറർ ബുക്ക്. ഷോർട്ട് നോട്ട്സ് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാറ്റി എഴുതുന്ന നോട്ടാണ് ഷോർട്ട് നോട്ട്. രണ്ടാമത്തത് ഇക്വേഷൻസ് ബുക്ക്. നിങ്ങൾ പഠിക്കുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ അത്യാവശ്യമായി വരുന്ന ഇക്വേഷൻസിന്, നിങ്ങൾക്ക് അറിയാത്ത ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി എഴുതി വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ബുക്കാണ് ഇക്വേഷൻസ് ബുക്ക്. മൂന്നാമത്തത് എറർ ബുക്കാണ്. ഇത് ചിലപ്പോൾ പലർക്കും അറിയില്ലായിരിക്കും. എറർ ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ MCQs ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് PYQs ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് വരുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള, എറർ വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ മാത്രം മാറ്റി എഴുതി അതിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് എറർ ബുക്ക്. ഈ 3 ബുക്കുകളും നിങ്ങളൊരു നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങളെ കയ്യിൽ വേണം. ഇനി നിങ്ങൾക്കുള്ള ഒരു ആങ്സൈറ്റി, ഇനി ആകെ പരീക്ഷയ്ക്ക് 1.5 മാസം സമയമുള്ളൂ, എൻ്റെ കയ്യിൽ ഈ ബുക്കുകളൊന്നും ഇല്ല എന്നാണെങ്കിൽ പേടിക്കണ്ട. ഇന്ന് മുതൽ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് നല്ല സക്സസ് വരും.